വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുക. ഒരംഗമുള്ള ഘടകകക്ഷിക്കടക്കം മന്ത്രിസ്ഥാനം നൽകുന്ന UDF പദവിയിൽ മന്ത്രിയാവുക. ഇതായിരുന്നു PV അൻവറിൻ്റെ പ്ലാൻ. അതിനാദ്യമൊരു സീറ്റ് വേണം. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ തിരുവമ്പാടി സീറ്റിലായിരുന്നു അൻവറിൻ്റെ കണ്ണ്. കഴിഞ്ഞ 2 തവണയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തോറ്റ സീറ്റ്. ലീഗുമായുള്ള അടുപ്പവും ഇതുകൂടി മുന്നിൽ കണ്ടായിരുന്നു. മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് ഒരേപോലെ സാധ്യതയുള്ള മണ്ഡലം. നിലമ്പൂരിൽ VS ജോയിക്ക് വേണ്ടി അൻവർ സമ്മർദ്ദം ചെലുത്താനുള്ള കാരണം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധം മാത്രമല്ലെന്നും കാണാം. നിലമ്പൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൽ ജോയി വന്നാൽ തിരുവമ്പാടിയിൽ അൻവറിന് മത്സരിക്കാം. ജോയിയെ നിലമ്പൂരിൽ ജയിപ്പിച്ച ക്രെഡിറ്റിൽ സഭയുടെ പിന്തുണയും ഉറപ്പാക്കാം. താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയലുമായും അൻവർ സൗഹൃദം ശക്തമാക്കിയിരുന്നു. ഈ വഴികളെല്ലാം അടയ്ക്കുന്നതായിരുന്നു ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. മലയോര കർഷക പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഈ മേഖലയിൽ ഒരു സീറ്റെങ്കിലും UDFന് നീക്കിവെക്കേണ്ടി വരും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 4 ജനറൽ സീറ്റിൽ ഏറനാട് ലീഗിൻ്റെയും കൽപ്പറ്റ കോൺഗ്രസിൻ്റെയും സിറ്റിംഗ് സീറ്റാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് തുടരും. നിലമ്പൂരിൽ ജയിച്ചാൽ ഷൗക്കത്തും. മൂന്നാമതൊരു മുസ്ലിം സ്ഥാനാർത്ഥി പ്രയാസമാകും. UDFൻ്റെ ഭാഗമായി നിലമ്പൂരിൽ ജോയിയെ ജയിപ്പിച്ച ശേഷം സീറ്റ് ചോദിക്കുക എന്നതായിരുന്നു അൻവറിൻ്റെ തന്ത്രം. അൻവറിൻ്റെ ഉള്ളിലിരിപ്പ് നന്നായി അറിയാമെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കളാരും സീറ്റിൽ ഒരു ഉറപ്പ് നൽകിയില്ല. ഇനി UDFനെ വെല്ലുവിളിച്ച നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാനും കഴിയില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചാലും ആത്യന്തികമായി തോൽക്കുന്നത് അൻവറാകും. ഇതെല്ലാം ചേർന്നതോടെയാണ് അൻവർ പിടിവിട്ട പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുന്നതെന്നാണ് സൂചന. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു ചേരുന്നു ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാൻ. കിരൺ, UDFൽ ലീഗും കോൺഗ്രസും ഒരുപക്ഷെ PJ ജോസഫിൻ്റെ പാർട്ടിയും കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടികൾക്കും സമാനമായ അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം സ്വാധീനം, അതിൻ്റെ പേരിൽ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ അവിടെ മന്ത്രിസ്ഥാനം. അനൂപ് ജേക്കബിനെ പോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സമാനമായൊരു പ്രതീക്ഷയായിരുന്നു യഥാർത്ഥത്തിൽ PV അൻവറിനും ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇക്കുറി നടക്കാൻ സാധ്യതയില്ലെന്ന സൂചന മുന്നണി നേതൃത്വത്തിൽ നിന്നും കിട്ടി. ഇതാണോ അൻവറിൻ്റെ ഉടക്കിന് പിന്നിൽ? സജിത്തെ, പുറമേക്ക് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാണ് പ്രശ്നമെന്നും ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല എന്നാണ് കാണുന്നത്. അൻവറിനെ സംബന്ധിച്ച് അൻവർ ഉദ്ദേശിച്ചത് ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങി പുറത്തു വരുന്ന ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇപ്പോൾ നിലമ്പൂരിൽ തന്നെ വീണ്ടും മത്സരിക്കാൻ ആലോചിച്ചെങ്കിലും അവിടെ UDF പിന്തുണയോടുകൂടി മത്സരിക്കുക അസാധ്യമാണെന്ന് വന്നതോടുകൂടിയാണ് മറ്റൊരു സീറ്റിൽ 2026 അത് 1 വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ സമയം. ആ സമയത്ത് മത്സരിക്കുക. UDFൻ്റെ ഭാഗമാകുകയാണെങ്കിൽ UDF ഇതുവരെ സ്വീകരിക്കുന്ന ഒരു പതിവ് എന്ന് പറഞ്ഞാൽ ഒറ്റ സീറ്റിൽ ജയിച്ച ഒരു MLA ഉള്ള പാർട്ടിക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ UDF അടുത്ത തവണ അധികാരത്തിൽ വരികയും അൻവറിന് മന്ത്രിയാവുകയും ചെയ്യാം. ഇതായിരുന്നു അൻവറിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ഈ കണക്കുകൂട്ടൽ നടക്കില്ല എന്ന് വന്നത് ഈ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് VS ജോയിക്ക് പകരം ആര്യാടൻ ഷൗക്കത്ത് വരുന്നത്. നിലമ്പൂരിൽ VS ജോയിക്ക് വേണ്ടി ബലം പിടിക്കാനും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തുമായി നേരത്തെ തൊട്ടേയുള്ള അൻവറിൻ്റെ ഒരു എതിർപ്പ്, വ്യക്തിപരമായ എതിർപ്പ് കൂടിയാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇലക്ഷൻ ഇറങ്ങേണ്ടി വരിക എന്നുള്ളതൊക്കെ. അതിനപ്പുറത്തേക്ക് മറ്റ് യഥാർത്ഥ ലക്ഷ്യം അതൊന്നുമല്ല. അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അൻവറിന് അവിടെ സീറ്റ് നിലമ്പൂരിൽ കഴിയില്ലെങ്കിൽ മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്നത് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി നിലവിൽ കഴിഞ്ഞ 2 തവണയായി ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സീറ്റാണ്. ലീഗുമായുള്ളൊരു അടുപ്പത്തിൻ്റെയൊക്കെ കാരണം ഇതൊക്കെ ഉണ്ട്. ആ മേഖലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് UDFൻ്റെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒരു സീറ്റ് കിട്ടണം. അതിൽ അൻവറിന് ജയിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്തൊക്കെ വരുന്ന സീറ്റ് കൂടിയാണ്. അൻവറിന് അവിടെ കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ഈ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായും ഈ മേഖലയിൽ എവിടെയെങ്കിലും പരിഗണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മലയോര കർഷക മേഖലയിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള സമരങ്ങളും എതിർപ്പുകളും സർക്കാരിനെതിരെ ഉയരുന്നു. അവരെ പരമാവധി ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം UDFൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ട് ഉറപ്പിച്ചു പിടിക്കണം. മുൻകാലങ്ങളിലെ പോലെയല്ല ക്രിസ്ത്യൻ വോട്ടിൽ വലിയൊരു ഭാഗം BJPയിലേക്കും ഇടതുമുന്നണിയിലേക്കും ഒക്കെ നീങ്ങുന്ന സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടു. അതുകൊണ്ട് പരമ്പരാഗതമായി എങ്ങനെയാണോ ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നത് ആ തരത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി കോൺഗ്രസിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആ മേഖലയിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു ക്രൈസ്തവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ VS ജോയിക്ക് സ്ഥാനാർത്ഥി നൽകിയിരുന്നെങ്കിൽ സ്വാഭാവികമായും നിലമ്പൂരിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അടുത്ത തവണ തിരുവമ്പാടി പോലെ സഭയ്ക്ക് കൂടി നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അൻവറിന് മത്സരിക്കാൻ കൂടുതൽ എളുപ്പമാകുമായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു സീറ്റിലേക്ക് എളുപ്പം. ഇനിയിപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 4 ജനറൽ സീറ്റാണ്. 3 സംവരണ സീറ്റും 4 ജനറൽ സീറ്റാണുള്ളത്. അതിൽ 2 സീറ്റുകളാണ് കോൺഗ്രസിൻ്റെ നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ. ഒന്ന് കോൺഗ്രസിൻ്റെതാണ്, കൽപ്പറ്റയിൽ T സിദ്ദിഖാണ്. മറ്റൊന്ന്
പി കെ ബഷീറിൻ്റെ സീറ്റാണ്, ഏറനാട് സീറ്റാണ്. ഈ 2 സീറ്റുകളിൽ എന്നാലും ഈ 2 MLA വീണ്ടും മത്സരിക്കും. മറ്റൊന്ന് നിലമ്പൂരാണ്. നിലമ്പൂർ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും മത്സരിക്കും. മറ്റൊരു സീറ്റ് തിരുവമ്പാടി മാത്രമാണ്. തിരുവമ്പാടിയിൽ കൂടി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കുന്നതിന് പ്രയാസമുണ്ട്. കാരണം നിലമ്പൂരിൽ മുസ്ലിം കാൻഡിഡേറ്റ് ആവുന്നു, തിരുവമ്പാടിയിൽ മുസ്ലിം കാൻഡിഡേറ്റ് ആവുന്നു, കൽപ്പറ്റയിൽ മുസ്ലിം കാൻഡിഡേറ്റ് ആവുന്നു. സ്വാഭാവികമായും മുൻകാലങ്ങളിലെ പോലെ അല്ല, അവിടെ ആ മേഖലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് ഒരു ക്രൈസ്തവനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരേണ്ടത് UDF-ന്റെ കൂടി അനിവാര്യമായൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു സീറ്റ് അൻവറിന് യോജിച്ചൊരു സീറ്റില്ല. അൻവർ ആ യാഥാർത്ഥ്യം അൻവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. തനിക്ക് ജോയി ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ജോയിയെ മാറ്റി നിലമ്പൂർ തന്നെ അൻവർ മത്സരിക്കുകയോ ജോയിയെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ആകുമ്പോൾ സ്വാഭാവികമായും ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് പിന്നീട് നിലമ്പൂരിലേക്ക് ഇനി നോക്കുക വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു. പകരം കിട്ടാൻ സാധ്യതയുള്ള തിരുവമ്പാടിയാണ്. ആ തിരുവമ്പാടിയിലും തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ തനിക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് UDF എവിടെയെങ്കിലും ഒരു സീറ്റ് നൽകിയേക്കാം. പക്ഷേ അത് അൻവറിന് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റായിരിക്കുന്നില്ല. അൻവറിന് കൂടി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സീറ്റിലാണ് അൻവറിന് താല്പര്യം. അങ്ങനെ ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനമടക്കം പുറത്തു പോവുകയും അങ്ങനെ UDF-ൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയായി ഇനി ആക്കിയാൽ പോലും അങ്ങനെ കാര്യമായ സ്ഥാനങ്ങളൊന്നും അൻവറിന് ലഭിക്കാനില്ല. അധികാരത്തിൻ്റെ ഒരു സ്ഥാനവും ലഭിക്കാനില്ല. സ്വാധീനം അടക്കം കുറയും. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ അല്ലെങ്കിൽ ഇന്ന സീറ്റ് നൽകാം അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ ലീഗോ കോൺഗ്രസ് നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൂടിയാണ് അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയേറെ നിരാശയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. യെസ്, അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, PV അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൽ വലിയ പാളിച്ച പറ്റിയെന്ന് നമ്മൾ വിലയിരുത്തും. നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷേ അൻവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് അൻവറിൻ്റെ ഇഷ്ടക്കാരൻ, അൻവറിന് താല്പര്യമുള്ള ആൾക്ക് സീറ്റ് നൽകിയില്ല എന്നതല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. അതിനപ്പുറം അൻവറിന് വേണ്ടത് ഇനിയൊരു മികച്ച ഉറപ്പുള്ള നിയമസഭാ മണ്ഡലമാണ്. അതിനപ്പുറം UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ മന്ത്രിസഭയിൽ ഒരു സാന്നിധ്യം, ഇത് അൻവറിൻ്റെ സ്വാഭാവിക പ്രതീക്ഷയാണ്. അൻവറിന് ഇത്തരം ഉറപ്പുകൾ കിട്ടില്ല എന്നതുകൊണ്ടുകൂടിയാണോ ഈ സമ്മർദ്ദം ഉയർന്നതിന് കാരണം? അത്തരം ഉറപ്പുകൾ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം എത്രയാണ്, അദ്ദേഹത്തിന്റെ ജനസ്വാധീനം എത്രയാണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ബോധ്യം വേണ്ടേ. PV അൻവർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടാണല്ലോ ജയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മേന്മ കൊണ്ട് മാത്രമല്ലല്ലോ ജയിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ കോൺഗ്രസിനകത്ത് അതാത് സ്ഥാനാർത്ഥിയോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പാരിയാട് മുഹമ്മദ് ദീർഘകാലം ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനെ വാഴിക്കാനുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ആര്യാട മുഹമ്മദ് ഉള്ള സമയത്ത് അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്ന ആളുകൾ, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അടക്കം, അവരുടെ എല്ലാം കൂടി ഒരു പിന്തുണ അൻവറിന് കിട്ടിയോണ്ടാണല്ലോ അൻവർ ജയിച്ചത്. അതുകൊണ്ടാണല്ലോ ഷൗക്കത്ത് തോറ്റത്. അല്ലാതെ അത് പൂർണ്ണമായിട്ട് അൻവറിനുള്ള പിന്തുണയോ അൻവറിനുള്ള അംഗീകാരമൊന്നുമല്ല. അവിടെ നേരത്തെ തന്നെ കോൺഗ്രസിനകത്തും ലീഗിനകത്തും ആര്യാടൻ മുഹമ്മദിനോട് എതിർപ്പുള്ള ആളുകളുണ്ടായിരുന്നു. KM മാണി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പ് തോറ്റ പോലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മാണിയുടെ മകൻ പാലായിൽ തോറ്റ പോലെ. പാലായിൽ മാണി സാറുള്ള കാലത്ത് ആരും അദ്ദേഹത്തെ എതിർത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് എതിർപ്പുള്ള, അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു. ആ വോട്ടെല്ലാം കൂടി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വന്നു. മാണി C കാപ്പൻ LDF ആയിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു. മാണി C കാപ്പൻ UDF ആയിട്ട് മത്സരിച്ചപ്പോഴും അദ്ദേഹം ജയിച്ചു. എന്തുകൊണ്ടാണ്? അവിടെ മാണിക്കെതിരായിട്ടുള്ള ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുപോലൊരു വികാരത്തിലാണ് അൻവർ ജയിച്ചത്. പിന്നെ അൻവർ ധാരാളം പണം ചെലവഴിച്ചു. VV പ്രകാശായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പണം ചെലവഴിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ഓരോ വോട്ടിനും അൻവർ വളരെയധികം പൈസ ചെലവാക്കി എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലുണ്ട്. പിന്നെ അൻവർ ജയിച്ച 2 തെരഞ്ഞെടുപ്പിൽ പക്ഷെ തരംഗമായിരുന്നു. LDF ജയിച്ച തെരഞ്ഞെടുപ്പുകളായിരുന്നല്ലോ. ആദ്യത്തെ 2016 തെരഞ്ഞെടുപ്പും അങ്ങനെയായിരുന്നു, 2021 തെരഞ്ഞെടുപ്പും അങ്ങനെയായിരുന്നു. അപ്പൊ തരംഗത്തിലാണ് അദ്ദേഹം 2 തവണ ജയിച്ചത്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അൻവറിന്റെ തട്ടകം ശരിക്കും ഏറനാട് മണ്ഡലമാണ്. അത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ്. അവിടെയാണ് അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടുകയില്ല. നിലമ്പൂർ സീറ്റ് അദ്ദേഹം ഉപേക്ഷിച്ചു. തിരുവമ്പാടി സീറ്റ് അൻവറിന് എങ്ങനെ കൊടുക്കാനാണ്? അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. മുസ്ലിം ലീഗ് നിരന്തരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് തിരുവമ്പാടി. അപ്പൊ തിരുവമ്പാടി മുസ്ലിം ലീഗിൽ നിന്ന് എടുക്കണമെങ്കിൽ കോൺഗ്രസ് വേറൊരു സീറ്റ്, തിരുവമ്പാടിക്ക് പകരം മറ്റൊരു സീറ്റ് ലീഗിന് കൊടുക്കണ്ടേ? അത് ആര് കൊടുക്കും? എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. തിരുവമ്പാടി സീറ്റ് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അൻവറിന് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ലീഗ് കൊടുക്കുമോ? കൊടുക്കില്ല. കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന് ചോദിക്കാൻ പറ്റുമോ? എന്നിട്ടുണ്ട് കൊടുക്കാനായിട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് സ്ഥിതി. മാത്രമല്ല തിരുവമ്പാടി മണ്ഡലത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട്. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ ഏറെക്കുറെ തുല്യ നിലയിലാണ്. ക്രിസ്ത്യൻ സെറ്റിലേഴ്സ് ധാരാളമുള്ള സ്ഥലമാണ്. അവിടെ
CPM-ന്റെ സ്ഥാനാർത്ഥി എല്ലായ്പ്പോഴും ക്രിസ്ത്യാനിയായിരിക്കും, ക്രിസ്ത്യൻ നാമധാരിയായിരിക്കും. മറ്റവരുടെ സ്ഥാനാർത്ഥി ലീഗുകാരനായിരിക്കും, മുസ്ലിം ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ പുറമേക്കല്ലെങ്കിലും ഉള്ളുകൊണ്ട് ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം മത്സരമാണ് യഥാർത്ഥത്തിൽ LDF UDF-നേക്കാൾ ഉപരിയായിട്ട്. അതുകൊണ്ടുകൂടിയാണ് അവിടെ സ്ഥിരമായിട്ട് CPM ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അങ്ങനെ ഒരു ഘടകമുണ്ട്. ഇതൊന്നും ആൾക്കാർ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യം, തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു കുടിയൻ ക്രിസ്ത്യാനി, ഒരു കർഷകനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത്. കർഷകൻ എന്ന വാക്കിന് അവർ കൊടുക്കുന്ന അർത്ഥം ഒരു കുടിയേറ്റക്കാരനായ ക്രൈസ്തവൻ എന്നാണ്. അല്ലാതെ അവിടുത്തെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗുകാരൻ ഒരു ചെയ്യാത്ത ആളാണെന്നുള്ള അർത്ഥത്തിലല്ല, ലീഗുകാരനായ ഒരാൾ കൃഷിക്കാരനെ നിർത്തണം എന്നുള്ള അർത്ഥത്തിലുമല്ല. അവര് കർഷകൻ എന്നുദ്ദേശിച്ചത് ക്രൈസ്തവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി കിട്ടണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. കൊടുക്കുന്നത് LDF ആണ്. അതുകൊണ്ട് LDF-നോട് മറ്റ് പല കാര്യത്തിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കമ്മ്യൂണിസം ദൈവ വിരുദ്ധമാണ്, നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും, എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവര് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് ജോർജ് M. തോമസ് ജയിച്ചു, ഇപ്പോഴത്തെ MLA ജയിച്ചു, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അൻവറിന് എന്ത് വേണമെങ്കിൽ ആഗ്രഹിക്കാം. അദ്ദേഹത്തിന് മഞ്ചേരിയിലോ മലപ്പുറത്തോ എവിടെ എവിടെയെങ്കിലും മത്സരിക്കുന്ന ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തെ ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് നികുതിയില്ല. പക്ഷെ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അൻവർ കയ്യിലിരുന്ന നിലമ്പൂർ സീറ്റ് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എനിക്ക് തിരുവമ്പാടി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഏറനാട് കിട്ടണം, എനിക്ക് കൽപ്പറ്റ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ വല്ല കാര്യമുണ്ടോ? പക്ഷെ ഒന്നും നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഇന്ന് ഇപ്പം കോൺഗ്രസുമായി വീണ്ടും ഒരു അനുനയ നീക്കം നടക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. സാധ്യതയുണ്ടോ UDF-ന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക്? അൻവറിന് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്താൻ സാധ്യതയുണ്ടോ? അൻവറിന് അനുകൂലമായിട്ട് എന്ന് വെച്ചാൽ അൻവറിന് എതിരായിട്ട് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് എതിരായിട്ട് പറഞ്ഞത് അൻവറാണ്, അല്ലേ? ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞാരാണ്? അൻവറാണ്. സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാരാണ്? അൻവറാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് UDF ചെയർമാനായിരിക്കുന്ന VD സതീശനെതിരായിട്ട് പ്രതികരണം നടത്തിയത് അൻവറാണ്. അത് കഴിഞ്ഞ് ഞാൻ KC വേണുഗോപാലുമായിട്ട് സംസാരിച്ച് തീർക്കുമെന്ന് പറഞ്ഞത് അൻവറാണ്. KC വേണുഗോപാലെ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പോലും അവസരം തന്നില്ല. അതിന്റെ പുറകിൽ സതീശന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞാരാണ്? അതും അൻവറാണ്. അപ്പൊ അൻവറാണ് നിരന്തരമായിട്ട് പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് വളരെ സൗമനസ്യപൂർണമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്, പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ സൗമനസ്യം എന്ന് പറഞ്ഞാൽ അൻവറിനുള്ള അംഗീകാരമാണെന്നോ, അൻവർ എന്ത് പറഞ്ഞാലും അവർ കേട്ടോണ്ടിരിക്കുന്നതല്ല അതിന്റെ അർത്ഥം. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കേണ്ട അവരുടെ ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ഇത് കൂടുതൽ വഷളാക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം കോൺഗ്രസ് അൻവറിന്റെ മുമ്പിൽ പഞ്ചപൂച്ച മടക്കി എന്താണ് രണ്ടാം മുണ്ട് അരയിൽ കെട്ടി ഒച്ചാരിച്ച് നിൽക്കുന്നതാണ്. ഒരിക്കലും അല്ല. അൻവറിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തും എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അൻവറിന് മനസ്സിലായിട്ടില്ല. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അത് രാഷ്ട്രീയത്തെ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അൻവറിന്റെ സ്ഥിതി, അൻവറിന്റെ സ്ഥാനം ചവറ്റുകോട്ടയിലാണ്. അദ്ദേഹത്തിന് കഴിയില്ല. BJP-യുമായിട്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാനും കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിലോ അതുപോലെ ഏതെങ്കിലും വിധ്വംസക സംഘടനയിലോ വേണമെങ്കിൽ സഹകരിക്കാം. അതും അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ആൾ. അതുകൊണ്ട് അതും നടക്കുകയില്ല. ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി അൻവറിന്റെ കാര്യം ഏതാണ്ട് അവസാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വളരെ നന്ദി ഡോക്ടർ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സജീവൻ, അൻവറുമായി ഒരു അനുനയമാവാമെന്ന സൂചന കോൺഗ്രസ് പങ്കുവച്ചു. പക്ഷേ ഒരുപക്ഷെ അത് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ സാഹചര്യം മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ അൻവറുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന തോന്നൽ മാത്രമുണ്ടാകുന്ന ചില ധാരണയാവാം. അതിനപ്പുറത്തേക്ക് അൻവറിനെ ഒപ്പം നിർത്തേണ്ടത് UDF-നും കോൺഗ്രസിനും ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ലല്ലോ, അല്ലേ? അൻവർ സാധാരണ രീതിയിലെ ഒരു അവിഭാജ്യ ഘടകമേ അല്ല. അദ്ദേഹത്തിന് നിലമ്പൂരിൽ പോലും എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചും നിലമ്പൂരിനെ കുറിച്ചും വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്കറിയാം. അൻവറിന് അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. അൻവർ ആര്യാടൻ മുഹമ്മദിനോടുള്ള കെറിവിൽ കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു പോവുകയും LDF-നോടൊപ്പം ചേരുകയും ചെയ്ത സമയത്ത് അന്ന് ആര്യാടൻ വിരോധമുള്ള കുറെ ആളുകൾ അദ്ദേഹത്തിനെ നന്നായി പിന്തുണച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് 2016-ൽ 11,000-ലേറെ ഷൗക്കത്തിനെ തോൽപ്പിച്ച 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. അത് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2011-ലേക്ക് പോകാനുള്ള കാരണം
വി പ്രകാശ് അത്രയും വലിയ നേതാവൊന്നും അല്ലായിരുന്നു. പക്ഷേ അൻവറിന്റെ സ്വാധീനം എന്ന് പറയുന്ന അതോടുകൂടി ആദ്യം 2016 അസ്തമിച്ചു. പിന്നീട് LDFന്റെ വോട്ടുകളിലും കുറച്ചൊക്കെ വോട്ട് അൻവറിനും കിട്ടിയിട്ടുണ്ടാവും. അതാണ് അൻവർ നിലമ്പൂരിലുള്ള സംഭവം. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് 2025 ഉപതെരഞ്ഞെടുപ്പല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് തനിക്ക് നിലമ്പൂർ മണ്ഡലം കിട്ടണമെന്നുള്ളതായിരുന്നു അൻവറിന്റെ താല്പര്യം. അത് UDF അതിന് അനുകൂലമാവുമെന്ന് കരുതിയ സമയത്താണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ തനിക്ക് ആ മണ്ഡലം കിട്ടില്ല എന്ന് അൻവറിന് നന്നായിട്ട് അറിയാം. ജോയ് ആണെങ്കിൽ പിന്നീട് മാറിത്തരാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പൊ അത് പക്ഷേ ശ്രീ എ സജീവൻ, നമുക്ക് ഈ നിലമ്പൂർ മണ്ഡലത്തിനപ്പുറം ഒരുപക്ഷെ അൻവർ മറ്റൊരു സാധ്യതാ മണ്ഡലം മുന്നിൽ കണ്ടേക്കാവുമല്ലോ. ഉദാഹരണം തിരുവമ്പാടി പോലെ സാധ്യതയുള്ള സ്ഥലമുണ്ട്. തിരുവമ്പാടിയിലാവട്ടെ ഈ കാർഷിക പ്രശ്നങ്ങൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ ഏറ്റവും സങ്കീർണതയുള്ള സ്ഥലം കൂടിയാണ്. അൻവർ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ലീഗിൻ്റെ ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി ലക്ഷ്യമിട്ടുകൊണ്ട് അൻവർ നടത്തുന്ന ഒരു നീക്കം കൂടിയായി തന്നെ ഇതിനെ കണ്ടുകൂടെ? കാരണം നിലമ്പൂർ ഇനി അൻവർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് കരുതാനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇനിയിപ്പോ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് അൻവറിന് പിന്നീട് ചോദിക്കാവുന്ന, ജയിക്കാൻ അല്പം സാധ്യതയുള്ള, അല്ലെങ്കിൽ നേരത്തെ UDFന്റെ ശക്തമായ മണ്ഡലമായിരുന്നു തിരുവമ്പാടി. അപ്പൊ ഈ തിരുവമ്പാടി കിട്ടുക എന്നുള്ളത് ലീഗിന്റെ മണ്ഡലമാണ്. ലീഗ് അൻവറിന് സീറ്റ് വിട്ടുകൊടുക്കില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യലാണ്. ലീഗിന് കണ്ണൂർ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ, അത് അൻവറിന് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ലീഗും ആഗ്രഹിക്കുന്നത്. കാരണം തിരുവമ്പാടി അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല, അവർക്ക് കുറെ കൂടി സാധ്യതയുള്ള നന്നായിട്ട് കണ്ണൂർ മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഏതെങ്കിലും മണ്ഡലം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അൻവറിന് കൊടുക്കുക എന്ന് പറയുമ്പോഴും കോൺഗ്രസ്സുകാർ എല്ലാ ആളുകളും സമ്മതിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, അൻവർ വന്നു കഴിഞ്ഞാൽ നിത്യ തലവേദനയാകുമെന്ന് വിചാരിക്കുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ടത് അൻവറിനെ മാത്രമല്ല, അൻവറിനെ വെച്ചുകൊണ്ട് ഈ കോൺഗ്രസിനകത്തൊരു പടനീക്കം നയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്കറിയാം സുധാകരനെ പോലുള്ളവരൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് അൻവറിനെ മുൻനിർത്തി തന്നെയാണ് കളിക്കുന്നത്. നമ്മൾ അൻവർ പൊട്ടൻ കളിക്കാന്ന് വിചാരിച്ച കാര്യമില്ല. അൻവർ വളരെ തന്ത്രപരമായിട്ട് അൻവർ കളിക്കുക എന്നുള്ളത് അൻവറിനെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്വാഭാവികമായിട്ട് അവരാണ് ഇപ്പോ തിരുവമ്പാടി ഏറ്റെടുത്തിട്ട് കണ്ണൂർ വിട്ടുകൊടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ നിൽക്കുന്ന. വേറെ ഏതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കാം. മലപ്പുറത്തെ കോഴിക്കോട്ട് വിട്ടുകൊടുക്കാം. അതെ, അത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി, ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ VD സതീശനാണെങ്കിൽ സതീശൻ ഉയർത്തുന്ന എതിർപ്പിന് പിന്നിൽ ഭാവിയിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം, ഇതൊരു ബൈ ഇലക്ഷൻ മാത്രമാണ്, സംസ്ഥാന ഭരണത്തെ ഒന്നും നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമല്ല നിലമ്പൂരേത്, ബൈ ഇലക്ഷൻ. ഈ ബൈ ഇലക്ഷന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും അൻവറിനെ കൊണ്ടുപോയാൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി, അതുണ്ടാക്കുന്ന പ്രതിസന്ധി കൂടി കോൺഗ്രസ് മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. അതിലൊന്ന്, ഈ ഒറ്റയാൾ പാർട്ടികൾക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുന്നതാണല്ലോ UDFന്റെ പൊതുശീലം. ആ ശീലം ആവർത്തിക്കപ്പെടേണ്ടി വരുമോ? അൻവർ അത് ലക്ഷ്യം കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ അത് അൻവർ ആവശ്യപ്പെടുമെന്ന് മുന്നിൽ കണ്ടുകൂടി കോൺഗ്രസ് ഒരു കരുതൽ, ഒരു എതിർപ്പ് ആദ്യം തന്നെ അൻവറിനോട് ഞങ്ങൾക്ക് അത്ര ഡിമാൻഡില്ല എന്ന തോന്നൽ മുന്നോട്ട് വെച്ചു എന്ന് കരുതിക്കൂടെ? തീർച്ചയായും അതുണ്ട്. അതൊരു ഭാഗം മാത്രമാണ്. അൻവർ വന്നു കഴിഞ്ഞാൽ അൻവർ നിത്യ തലവേദനയായിരിക്കും. നമ്മൾ വളരെ ആദർശ രാഷ്ട്രീയത്തിന്റെ ആളല്ലല്ലോ അൻവർ. അൻവറിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ, രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ നമുക്കറിയാവുന്ന വിവാദങ്ങൾ ഉള്ളതാണ്. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെ അൻവറിനെതിരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്ന, അദ്ദേഹത്തിന് തടയണ പ്രശ്നമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെയോ പുരളാത്ത രാഷ്ട്രീയത്തിന്റെ ഒന്നും ആളല്ല അൻവർ. അൻവർ ഒപ്പം നിൽക്കുമ്പോൾ പിന്നീടും തലവേദനയാവുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതേ താങ്കൾ പറഞ്ഞു, ഒരു സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കോൺഗ്രസിന് എത്രയോ നേതാക്കന്മാർ, കോൺഗ്രസിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല നേതാക്കന്മാരുണ്ടായിരിക്കെ, അപ്പോൾ ഒരു സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു പ്രശ്നമുണ്ട്. അതല്ല, അൻവർ ആ സീറ്റിൽ മാത്രമല്ല, ഒരു MLA ആയിട്ട് ഒതുങ്ങാൻ താല്പര്യപ്പെടുന്ന ആളല്ല. LDFൽ നിന്ന് തന്നെ അദ്ദേഹം ഗർവിച്ച് പോകാൻ കാരണങ്ങളൊന്ന് തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ തന്നെ അവഗണിച്ചുകൊണ്ട് അബ്ദുറഹ്മാന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിലാണ് അൻവർ അവിടെ നിന്ന് ആദ്യം തന്നെ ഉടക്കി വരുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ അടുത്ത UDF മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ അൻവർ നിലമ്പൂരിലോ തിരുവമ്പാടിയിലോ
എവിടെ ജയിച്ചാലും അൻവർ ആവശ്യപ്പെടാൻ പോകുന്നത് ഒരു മന്ത്രിസ്ഥാനമായിരിക്കും. ശരി. അത് കൊടുക്കാൻ അത്ര ആവണമെന്നില്ല. അപ്പം തലവേദനയുണ്ട്. അതേ സമയത്ത് തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അതിന് അൻവറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അൻവറിനെ വെച്ചുകൊണ്ട് തന്നെ വേറൊരു രീതി നീക്കം നടത്താൻ സ്വാഭാവികമായിട്ടും മറ്റു ചില ആളുകൾ രംഗത്തുണ്ട്. അത് സതീശനെ വെട്ടുക എന്ന് പറയുന്നതാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കളി കൂടിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചുള്ള ഒന്നാണ്. എന്തായാലും അൻവർ അകത്ത് കയറിയാലും കയറിയില്ലെങ്കിലും UDFന് വലിയ തലവേദനയായിരിക്കും. അൻവർ ഇപ്പുറത്ത് നിന്നാണെങ്കിൽ തോൽപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കും. അദ്ദേഹം അകത്ത് കയറി കഴിഞ്ഞാൽ പിൽക്കാലത്തേക്ക് ഒരു തലവേദനയും ആയിട്ട് മാറും. ശരി, വളരെ നന്ദി സജീവൻ. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില അനുനയങ്ങൾ, അൻവറിന് അനുകൂലമായ ചില പ്രസ്താവനകളൊക്കെ നടത്തി അൻവറിനെ ഒപ്പം നിർത്താൻ ശ്രമിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് അതൊരു പൊതു മുന്നണി ധാരണയായി അൻവറുമായി രൂപപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? സജിത്തെ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിൽ സീറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഉറപ്പ് നൽകാൻ എന്തായാലും കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ നേതാക്കൾ തയ്യാറായേക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ പരിഗണിക്കാം എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇന്ന സീറ്റ് നൽകാം, അങ്ങനെയൊന്നും സീറ്റ് നൽകാമെന്ന് UDFൻ്റെ ഒരു സംവിധാനം വെച്ച് ആരൊക്കെ ഏത് പാർട്ടിയൊക്കെ ഏത് സീറ്റിലെന്നൊക്കെയുള്ള ചില സീറ്റുകളുടെ സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ അപ്പുറത്തേക്കൊന്നും തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. അവിടെയൊക്കെ പരിഗണിക്കാമെന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അൻവർ ഇതൊക്കെ അൻവറിന് ഇത് ചോദിക്കാനും കഴിയില്ല. എനിക്ക് ഇന്ന സീറ്റ് വേണം എന്നത് പരസ്യമായി ചോദിക്കാനും കഴിയില്ല. UDF പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും UDF പറയും ഈ സീറ്റ് ചോദിച്ചതിൻ്റെ പേരിലാണ് പിണങ്ങി പോയതെന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അൻവറിന് മറ്റു കാര്യങ്ങൾ ഉയർത്തി നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നത് തനിക്ക് ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു ഉറപ്പ് കിട്ടിയാൽ താൻ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് കൂടെ നിൽക്കാമെന്നുള്ള തന്ത്രമാണ് അൻവർ പ്രയോഗിക്കുന്നത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് പ്രധാന വിഷയം ഇനി അതല്ല, UDF അതിനൊന്നും തയ്യാറാവുന്നില്ല. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അൻവർ സ്വന്തമായി നിലമ്പൂരിൽ മത്സരിച്ചാലും ഇനി PV അൻവർ തന്നെ മത്സരിച്ചാലും എന്തായാലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും നിലവിൽ നിലമ്പൂരിലില്ല. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഇനി ഇടതുമുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിച്ചാലും രണ്ടായാലും ആത്യന്തികമായ പരാജയം PV അൻവറിനാവും. UDFൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിനോട് ഉടക്കി UDFനോട് ഉടക്കി എന്ന് മത്സരിക്കുകയാണെങ്കിൽ പിന്നീട് UDF ഒരു കാലത്തും PV അൻവറിനെ അടുപ്പിക്കില്ല. സ്വാഭാവികമായും PV അൻവറിന് ആര്യാടൻ ഷൗക്കത്ത് അവിടെ നില ഉറപ്പിച്ചു കഴിഞ്ഞാൽ അൻവറിന് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം അടക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇനി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നതെങ്കിലും ഇടതുമുന്നണി പിണറായി വിജയനെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഗണന കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കടുത്ത രീതിയിലുള്ള പ്രതിരോധമൊക്കെ അൻവർ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ് വരുത്തി UDFൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലെ വഴി. പക്ഷേ അൻവർ അത് ആലോചിക്കുമ്പോഴും അൻവർ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് വളരെ ഫലപ്രദമായി തന്നെ VS ജോയി അവിടെ മത്സരിക്കുന്നു. ഒന്നുകിൽ VS ജോയിയെ മാറ്റി അവിടെ മത്സരിക്കുക, അല്ലെങ്കിൽ അതിന് പകരം തിരുവമ്പാടി പോലൊരു സീറ്റ് ലീഗിനെയും കോൺഗ്രസിൻ്റെയും ധാരണയിൽ വെച്ച് മാറിക്കൊണ്ട് അങ്ങനെ ഒരു സീറ്റിലേക്ക് വരിക, ആ സീറ്റിൽ ജയിക്കുക, ജയിച്ചു മന്ത്രിയാവുക, അതൊക്കെ നടക്കും എന്നൊരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അൻവർ ഉദ്ദേശിച്ചത് ലീഗിനെയും കോൺഗ്രസിനെയും കാണുമ്പോൾ ആ നേതാക്കളൊക്കെ പറയുന്നത് വെച്ചിട്ട് വേഗത്തിൽ നടക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ചിലപ്പോൾ അൻവറിന് കാണും. അവരെ സമർത്ഥമായി തൻ്റെ തീരുമാനം നടപ്പാക്കാൻ അൻവറിന് ഇതുവരെ കഴിഞ്ഞതുപോലെ തന്നെ ഇനിയും നടക്കുമെന്നൊക്കെ തോന്നലുണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ഇത്തരം തന്ത്രങ്ങളൊക്കെ നിരന്തരം കാണുകയും കൈകാര്യം ചെയ്യുകയും നിരന്തരം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും ഒരു തരത്തിലൊരു ഉറപ്പ് ഇന്ന ആൾക്ക് ഇന്ന സീറ്റ് നൽകിയേക്കാം എന്നുള്ള ഉറപ്പൊന്നും ആരും നൽകാനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെ നൽകിയാലും അത് കിട്ടണം എന്ന കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല. അത്തരമൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ PV അൻവർ നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ AP അൽകുമാർ അടക്കം അൻവർ വരട്ടെ എന്ന മട്ടിലൊക്കെ പ്രതികരിച്ചതിന് ഏതെങ്കിലും തരത്തിൽ അൻവർ പുറത്തു പോവുകയാണെങ്കിൽ ഒരു LDFനോട് പിണങ്ങി UDFനൊപ്പം നിന്ന് അൻവറിനെ ചവിട്ടി പുറത്താക്കി എന്നൊരു ആക്ഷേപം UDFന് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, എന്നിട്ടും അൻവർ തയ്യാറായില്ല എന്ന മട്ടിൽ പുറത്തു പോകുന്നെങ്കിൽ തന്നെ അങ്ങനെ പോയാൽ മതി എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് അൻവർ കൂടെ വരികയാണെങ്കിൽ നല്ല കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ കൂടെ വന്നാൽ ആ സീറ്റ് കുറെ കൂടി ജയിക്കാൻ കുറെ കൂടി ഉറപ്പാകുന്നൊരു കാര്യമാണ്. ഇനി അൻവർ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് UDFും കോൺഗ്രസും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നീക്കത്തെ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവമായി കാണേണ്ടതില്ല. ഞങ്ങൾ അൻവറിനെ ചവിട്ടി പുറത്താക്കിയൊന്നുമല്ല, അൻവറിനെ ഞങ്ങൾ പരമാവധി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും അൻവർ ഉടക്കുണ്ടാക്കി പോയതാണ് വരുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു ഗൗരവമായ ലക്ഷ്യം അതിനുണ്ട് എന്നും കണക്കാക്കാനാവില്ല. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെയാണ് ആ രാഷ്ട്രീയ സാഹചര്യം. PV അൻവറിന് എൻ്റെ വാദങ്ങൾ കൂടി വിജയിക്കപ്പെട്ടു, എന്നെയും കൂടി കേൾക്കാൻ UDF തയ്യാറായി എന്ന ഒരു പുറത്തേക്ക് പറയാൻ കഴിയുന്ന, പ്രതീതി ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കൽ കൂടിയാവാം ഒരുപക്ഷെ ഇന്നത്തെ നീക്കങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മുന്നണി സംവിധാനത്തിൻ്റെ ധാരണകളോ സീറ്റ് ഉറപ്പുകളോ ഒന്നും ഇന്നത്തെ ഈ ധാരണയിൽ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയില്ല. അത് UDF സംവിധാനത്തിൽ ഒട്ടുമേയില്ല എന്നതാണ് എൻ്റെ വസ്തുത. അതുകൊണ്ട് അൻവറിന് വഴങ്ങേണ്ടി വരും. അൻവറിനാണ് സമ്മർദ്ദം എന്നത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്.